മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസ് മത്സരാർത്ഥികളാണ് ആദിലയും നൂറയും. മുൻ സീസണുകളിൽ തന്നെ ഇരുവർക്കും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ക്ഷണവും വന്നിരുന്നുവെങ്കിലും പഠനവും ജോലിയും അടക്കമുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതവർ ഒഴിവാക്കുകയായിരുന്നു എന്നായിരുന്നു ഇരുവരും തുറന്നു പറഞ്ഞത്. എന്നാൽ ഇത്തവണ ക്ഷണം സ്വീകരിച്ച് ആദിലയും നൂറയും ബിഗ് ബോസിലും എത്തി. ബിഗ് ബോസിൽ എത്തിയ ആഴ്ചയിൽ തന്നെ താരതമ്യേനമായിട്ടുള്ള അതായത് ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് ഇരുവരും കാഴ്ചവെക്കുന്നത്. അതേസമയം ആദിലയും നൂറയും ബിഗ് ബോസിൽ വെച്ച് തന്നെ വേർപിരിയുമെന്നാണ് ഒരു കൂട്ടർ വിലയിരുത്തുന്നത്. എന്നാൽ 100 അല്ല 1000 ദിവസം ബിഗ് ബോസ് ഹൗസിലെ ഈ ഒരു ആദിലയും നൂറയും നിന്നാലും അവർ തമ്മിൽ ഉടക്കിയാലും ആ ബന്ധം അവരുടെ മരണം കൊണ്ടല്ലാതെ അവസാനിക്കില്ല എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ആ വൈറൽ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പാവങ്ങൾ സ്വസ്ഥമായി ലൈഫ് എൻജോയ് ചെയ്ത് ആർക്കും ശല്യമില്ലാതെ ജീവിക്കുന്നത് പുറത്തുള്ള സദാചാര ബുദ്ധിശൂന്യർക്ക് ആദ്യം ഒതുക്കെ പിടിച്ചിരുന്നില്ല. അവർ ബിഗ് ബോസ് എന്ന വലിയ റിയാലിറ്റി ഷോയിൽ വരെ ഇന്നെത്തി. അപ്പോഴും മാമൻ ചിന്തകൾ പലതാണ്. രണ്ടാളും അടിച്ചു പിരിയണം, അല്ലെങ്കിൽ പിരിയും പോലും, നല്ല ആമ്പിള്ളർ ഒരുത്തിയെ വളയ്ക്കും പോലും, ആണെന്നറിഞ്ഞാൽ ഈ ഒരു റിലേഷനൊക്കെ ബീബി തീരുന്നവരെ തീരും പോലും. എടാ മാമന്മായ ടീംസെ, നീയൊക്കെ ആദ്യം പോയി LGBTQ എന്ന സംഭവം എന്താണെങ്കിലും ഒന്ന് പോയി മനസ്സിലാക്കും. അതിലെ ബൈസെക്ഷുവാലിറ്റി എന്നൊരു സംഭവമുണ്ട്. അതിൽ ലോകത്ത് സ്ത്രീകൾ എത്രത്തോളം വരുമെന്ന് നീയൊക്കെ അറിഞ്ഞാൽ പിന്നെ മേലിൽ നീ സ്ത്രീകളുടെ മുന്നിലൂടെ ആണത്വവും പുരുഷത്വവും പറഞ്ഞ് ഷോ കാണിക്കാൻ നിൽക്കില്ല, സ്വന്തം ഭാര്യയോട് പോലും. പിന്നെ ലെസ്ബിയൻ റിലേഷൻ ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് മാനസികവും ശാരീരികവുമായി ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫിക്കേഷൻ തരുന്ന ഒരു റിലേഷനാണത്. യാതൊരുവിധ ഉപദ്രവങ്ങളും ഇല്ലാതെ സന്തോഷത്തോടെ ലൈഫ് മുന്നോട്ട് പോകുന്ന അവസ്ഥ. ലെസ്ബിയൻ റിലേഷന് മറ്റ് റിലേഷനുകളെ അപേക്ഷിച്ച് ഒരു പ്രശ്നമുണ്ട്. 100 അല്ല 1000 ദിവസം ബിഗ് ബോസ് ഹൗസിൽ ആദിലയും നൂറയും നിന്നാലും അവർ തമ്മിൽ ഉടക്കിയാലും ആ ബന്ധം അവരുടെ മരണം കൊണ്ടല്ലാതെ അവസാനിക്കില്ല. ലോകത്തെ ഏറ്റവും വലിയ ദൃഢമായിട്ടുള്ള റിലേഷനിൽ ഒന്നാണ് ലെസ്ബിയൻ എന്നുകൂടി മാമൻ ടീംസ് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഈ സാധു സ്ത്രീകൾ ബിഗ് ബോസിൽ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാൽ അവർ ടോപ്പ് 5-ൽ കയറിയാൽ തന്നെ നമ്മുടെ സമൂഹം ഒത്തിരി മുന്നോട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ പല വിധമാണ്. ഓരോരുത്തരും നിസ്സാര സമയമല്ലേ ഈ ഭൂമിയിലുള്ളൂ. അതവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചു തീർക്കട്ടെ. ആദിലയും നൂറയും രണ്ടാളും ബിഗ് ബോസ് മലയാളം ഷോയിൽ കത്തിക്കയറും.